എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 4-6-7. സിംഹാസനത്തിൻ്റെ മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞിരുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് ദൈവ സിംഹാസനത്തിൻ്റെ മഹിമയും അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ഔന്നിത്യവും വ്യക്തമാക്കുന്ന തരത്തിൽ യോഹന്നാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ രാജകീയ പരിവേഷങ്ങളോടുകൂടിയ സിംഹാസനങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളും എങ്ങനെയായിരുന്നുവോ അതുപോലെ ദൈവിക സിംഹാസനത്തെ വർണ്ണിച്ച് കാണിക്കുകയാണ്. പഴയ നിയമത്തിലെ അതിപുരാതനമായ ആശയം യോഹന്നാൻ ഇവിടെ ഒരു പക്ഷെങ്കിൽ എടുത്ത് പ്രയോഗിക്കാവാം എന്ന് ചിന്തിക്കാം. ഭൂമിയുടെ മുകളിൽ ഖരവസ്തുക്കൾ കൊണ്ടുള്ള ആകാശം സങ്കല്പിക്കുന്നത് പോലെ ആകാശത്തിന് കീഴെയും ആകാശത്തിന് മീതെയും ജലാശയങ്ങളുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് പോലെയും ആകാശം സ്വർഗത്തിൻ്റെ അടിത്തട്ടായും അതിന് മീതെ സ്ഥിതി ചെയ്യുന്ന സ്വർഗീയ സമുദ്രത്തിൻ്റെ അത് സ്ഫടിക സമുദ്രം പോലെ ആയിരുന്നു എന്ന ഒരു ചിന്ത പഴയ നിയമകാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഉപരിതലത്തിലുള്ള സിംഹാസനത്തിലാണ് ദൈവം ഇരിക്കുന്നത് എന്ന സങ്കല്പം. അവൻ സമുദ്രത്തിന്മേൽ സ്ഥാപിച്ച തൂണുകളാൽ തൻ്റെ വാസസ്ഥലം ഉറപ്പിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 104-ാം സങ്കീർത്തനത്തിൽ. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ പാർത്ത കാലത്ത് സമുദ്രത്തിലെ പ്രകാശധാരയുടെ പ്രതിഫലനം ദർശിച്ചതാണ് ഈ അലങ്കാര പ്രയോഗത്തിന് കാരണമെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ സമുദ്രജലം ഗ്ലാസ് ഉരുകിയ ദ്രാവകം പോലെ കാണപ്പെട്ടതാകാം. ഖുറാനിൽ കാണുന്ന ഒരു കാര്യം, ശലോമോൻ്റെ കൊട്ടാരത്തിൻ്റെ തറ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതിനാൽ സമുദ്രജലം പോലെ കാണപ്പെടുമെന്ന്. ഹിമസദൃശ്യമാണെന്നുള്ള ആശയമാണ് യോഹന്നാൻ കൊണ്ടുവരുന്നത്. എന്തായാലും പളുങ്ക് കടൽ എന്ന പ്രതിരൂപത്തിൻ്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ ഒന്ന്, അത് പ്രൗഢിയെ കാണിക്കുന്നതാണ്. പ്രാചീന ലോകത്തിൽ ശുദ്ധമായ സ്ഫടികം സ്വർണം പോലെ വിലയുള്ളതായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു പരാമർശമുണ്ട്. 2 സ്വച്ഛ സ്ഫടികം പരിശുദ്ധിയുടെ പ്രഭ തൂകുന്നു എന്ന് കരുതാം. സ്ഫടിക സമുദ്രത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശധാര നേരിട്ട് ദർശിപ്പാൻ കഴിയാത്തതുപോലെയാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് ഈ വാക്കുകളിലൂടെ യോഹന്നാൻ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന് വിദൂരതയെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ സിംഹാസനം അതിവിദൂരതയിൽ മാത്രമേ ദർശിപ്പാൻ കഴിയൂ. ഇടയ്ക്ക് വിശാലമായ സമുദ്രം ദൂരം വർദ്ധിപ്പിക്കുന്നു. സ്വർഗ കവാടത്തിൽ നിൽക്കുന്ന യോഹന്നാനും സിംഹാസനസ്ഥനായ ദൈവത്തിനും മധ്യേ ദൈവത്തെ സാധാരണ രൂപഭാവങ്ങളിലും ഭൗതികമായ സാമീപ്യത്തോടെയും ഒരിക്കലും വർണ്ണിക്കാതെ ഇരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു സവിശേഷതയാണ്. മറ്റൊരു പ്രധാന വർണ്ണന കാണുന്നത് 4 ജീവികളാണ്. അവർ 4 പേരും പലപ്പോഴും സ്വർഗത്തിൽ കാണപ്പെടുന്നുണ്ട്. അവരുടെ ദൃശ്യങ്ങൾ പ്രധാനമായും പല വിധത്തിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തുന്നു. അവരെല്ലായ്പ്പോഴും സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ചുറ്റും കാണും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-6 നമ്മളത് വായിക്കുന്നു.
5-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ഈ ഒരു ചിത്രീകരണമുണ്ട്. അവർക്ക് ചിറകുകളും മുമ്പിലും പിൻപിലും ധാരാളം കണ്ണുകളുമുണ്ട്. അവർ നിരന്തരമായി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ചെയ്യുവാൻ പ്രത്യേക ചുമതലകൾ നൽകപ്പെടുന്നു. ദൈവക്രോധത്തിൻ്റെ ഭീകര ദൃശ്യങ്ങളെ ക്ഷണിച്ച് വരുത്തുന്നത് ഇവരാണ്. 6-ാം അധ്യായത്തിൻ്റെ 1-7 വാക്യങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ഒരു രേഖപ്പെടുത്തലുണ്ട്. ദൈവക്രോധത്തിൻ്റെ കലശം ദൂതൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ഈ 4 ജീവികളിൽ ഒരുവനാണ്. 15-ാം അധ്യായത്തിൽ ഈ 4 ജീവികളുടെ പൂർവികന്മാരെ യെഹെസ്കേൽ പ്രവാചകൻ ദർശിച്ചു എന്ന് പറയപ്പെടുന്നു. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. അവിടെ 4 ജീവികളിൽ ഓരോന്നിനും 4 മുഖങ്ങളുണ്ട്. സിംഹം, കാള, പശുക്കിടാവ്, മനുഷ്യൻ എന്നിവയുടെ മുഖങ്ങൾ. അവർ ആകാശത്തെ വഹിച്ചിരിക്കുന്നു. ദൈവസിംഹാസനമാകുന്ന രഥത്തിൻ്റെ ചക്രങ്ങൾ വഹിക്കുന്ന ജീവികൾക്കാണ് കണ്ണുകൾ വളരെ ഉള്ളത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് ഇത് കാണുന്നത്. ഈ ഭാഗങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 4 ജീവികൾക്കുണ്ട്. അവയവങ്ങളുടെ സ്ഥാനത്തിന് മാറ്റമുണ്ടെന്ന് മാത്രം. യെഹെസ്കേലിൻ്റെ 4 ജീവികൾ കെരൂബുകളാണ്. ശലോമോന്റെ ദേവാലയത്തിൽ പ്രാർത്ഥനാ സ്ഥലങ്ങളുടെ ഭിത്തികളിൽ കെരൂബുകളുടെ രൂപമുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ, പിന്നെ ദിനവൃത്താന്തത്തിലുണ്ട്, 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിലും. അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീല പുറപ്പാട് പുസ്തകത്തിലുണ്ടത്. നിയമപെട്ടകത്തിൻ്റെ അടപ്പിന്മേൽ, അതായത് കൃപാസനത്തിന്മേൽ 2 കെരൂബുകൾ പരസ്പര അഭിമുഖമായി നിന്നിരുന്നു. അവ ചിറകുകൾ കൃപാസനത്തിൻ്റെ മുകളിൽ ഒരു പന്തൽ പോലെ വിരിച്ച് പിടിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ. കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവനെ എന്ന് ക്രിസ്തീയ പ്രാർത്ഥനകളിൽ ദൈവത്തെ സംബോധന ചെയ്യുന്നത് ഈ പ്രതിരൂപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37:16 ദൈവം കാറ്റിൻ്റെ ചിറകിൽ മാത്രമല്ല കെരൂബുകളുടെ ചിറകിന്മേലും പാർക്കുന്നവൻ അല്ലെങ്കിൽ പറക്കുന്നവൻ കൂടിയായിരുന്നു. ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ വാതിൽ കാക്കുന്നതിന് 2 കെരൂബുകളെയാണ് ദൈവം നിയോഗിച്ചത്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യേ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ദൈവസിംഹാസനത്തിൻ്റെ കാവൽക്കാർ കെരൂബുകളാണ്. ഈനോക്കിൻ്റെ പുസ്തകം 71-ാം അധ്യായത്തിൽ അത് വായിക്കാം. ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുന്നത്, കെരൂബുകൾ സ്വർഗീയ കാര്യങ്ങളിൽ ദൈവത്തോടൊപ്പം അല്ലെങ്കിൽ ദൈവത്തോട് ഏറ്റവും സാമീപ്യമുള്ളവരും ദൈവസിംഹാസനത്തിൻ്റെ കാവൽക്കാരുമായ മാലാഖമാരാണ്. ഈ 4 ജീവികളെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇന്നത്തെ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു, ദൈവത്തിൻ്റെ സിംഹാസനം, അതിൻ്റെ പ്രൗഢി, അതിൻ്റെ ഒരു ആധികാരികത, ഇതെല്ലാം യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ കണ്ട് സഭയെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ ഒരു വലിയ പ്രൗഢി യോഹന്നാൻ പറയാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റും ദൈവത്തെ ആരാധിക്കുന്ന വലിയൊരു കൂട്ടത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രമാത്രം ആകർഷണീയമായ ദൈവിക സിംഹാസനത്തിൻ്റെ ചുറ്റും രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ ഗണത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം വർണ്ണിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്തവർക്ക് ലഭിക്കുന്ന വലിയൊരവകാശത്തിൻ്റെ ചിത്രമാണ്. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. അതിനെ വാഞ്ചിക്കാൻ നമ്മെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന വാക്കുകളാണ് യോഹന്നാൻ ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകളിലും
നമ്മുടെ ആഗ്രഹങ്ങളിലും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഓഹരിക്കാരായി പങ്കുകാരായി ജീവിക്കാൻ അവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിത അനുഗ്രഹത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഉന്നതങ്ങളിൽ വസിക്കുകയും താണകാര്യങ്ങളെ അവിടുന്ന് നോക്കിക്കാണുകയും ചെയ്യുന്നുവെന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. പുതിയ ഒരു ദിവസം ഞങ്ങൾക്ക് വീണ്ടും കാണുവാൻ ആയുസ്സിൽ നൽകിയ കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് വഴിയും വാതിലുകളും തുറന്നു തരണമേ. ആലോചനക്കാരനായി കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും ആവശ്യങ്ങളിലും ഉത്തരവാദിത്വ നിർവഹണങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം പകരണമേ. കർത്താവെ, വളരെയധികം ഭാരത്തോടും പ്രയാസത്തോടും ഇന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്ന് വരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വിടുതലും ആശ്വാസവും നൽകുകയും വേണ്ടപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് ധൈര്യം പകരുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ കരുതൽ കൂടെ ഇരുന്ന് പുതിയ വർഷത്തിൻ്റെ എല്ലാ നന്മകളും പകരണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും കൃപയും നാം ഏവരോടും നമ്മുടെ ആവശ്യങ്ങളോടും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.